അരിക്കൊമ്പൻ, ഇത് ചിന്നക്കൊമ്പൻ, ഇത് ചക്കക്കൊമ്പൻ. കണ്ട ചക്കയൊക്കെ ഇരിക്കുന്നത്. പിന്നെ ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും അന്നാസ് രുചിക്കൂട്ടിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ മൂന്നാറിലെ ബാക്കി വിശേഷങ്ങളുമായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ലാസ്റ്റ് വീഡിയോ നിങ്ങൾ ആരെങ്കിലും കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് പോയി കണ്ടു നോക്കുക. അപ്പോൾ അതിൽ നമ്മൾ മൂന്നാറിൽ കുറച്ച് സ്പോട്ടുകളൊക്കെ കവർ ചെയ്തായിരുന്നു. അപ്പോൾ ലാസ്റ്റ് നമ്മൾ വെറുപ്പാറ വാട്ടർഫോൾസിലേക്കല്ലേ പോയത്. അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് ലേറ്റായി നമ്മൾ ഫുഡ് കഴിക്കാൻ. വൈകിട്ടായിട്ട് ഒരു 4 o'clock ഒക്കെ ആവാറായി, 3:30 ആ ഒരു ടൈമൊക്കെ ആവാറായി. അപ്പോൾ ഇതേ നമ്മൾ മൂന്നാർ ടൗണിലുള്ള ഒരു ബെൽമൗണ്ട് എന്ന് പറഞ്ഞ ഒരു റെസ്റ്റോറൻറ്റ് കയറി. നല്ല ഫുഡാണ് കേട്ടോ അവിടെ നമ്മൾ കഴിച്ചത്. അവിടെ ചെറിയൊരു ഷോട്ട് ഞാൻ എടുത്തു ജസ്റ്റ്, കാരണം ആ ഭാഗത്തൊക്കെ നല്ല റെസ്റ്റോറൻറ്റ്സ് തപ്പുന്നവരുണ്ടെങ്കിൽ ഈ വീഡിയോ കാണുന്നവർക്ക് തീർച്ചയായിട്ടും കയറാവുന്നതാണ്. നല്ല ഫുഡാണ്, ക്വാളിറ്റി ഫുഡാണ്. അപ്പോൾ അതിനുശേഷം ഇതേ നമ്മൾ അവിടുത്തെ ഫുഡൊക്കെ കഴിച്ച് വേഗം തന്നെ നമ്മൾ യാത്ര തിരിച്ചിട്ടോ. കാരണം നമുക്ക് വേഗം നമ്മളുടെ ക്യാമ്പിൽ എത്തണമായിരുന്നു. അവിടെ സമയപരിമിതി ഉണ്ട്. അപ്പോൾ എല്ലാവരും ക്ഷീണിച്ച് കിടന്ന് ഉറക്കമായി. അതായത് നമ്മൾ വാട്ടർഫോൾസിൽ കയറി കുറച്ച് നന്നായിട്ട് തകർത്ത്, അതിൻ്റെ ക്ഷീണം എല്ലാവർക്കും ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ നേരെ നമ്മുടെ ക്യാമ്പ് സൈറ്റിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടുന്ന് നേരെ പോണത് നമ്മുടെ കൊലുക്കുമലയും സൂര്യനിലയാണ്. അങ്ങോട്ട് പോകേണ്ട, നമുക്ക് നേരെ ഡൈവേർട്ട് ചെയ്യേണ്ടത് റൈറ്റ് സൈഡിലോട്ട് തിരിഞ്ഞാൽ നമുക്ക് പോകേണ്ട സ്ഥലം, അതായത് ചിന്നക്കൽ എന്നുള്ള സ്ഥലത്തേക്കാണ് നമ്മൾ പോകുന്നത്. ചിന്നക്കൽ ആനയിറങ്ങൽ ഡാമിൻ്റെ അടുത്താണ് നമ്മുടെ സ്പോട്ട്. ആന ഇറങ്ങുന്ന സൈഡ് ആയതുകൊണ്ട് തന്നെ വേഗം നമുക്ക് അവിടെ എത്തണം. അതായത് മാക്സിമം 6 മണിക്കുള്ളിൽ തന്നെ നമ്മളവിടെ എത്തണം. അപ്പോൾ അവർ പറഞ്ഞൊരു സ്പോട്ടിൽ നമ്മൾ ചെന്നു, ലൊക്കേഷൻ അയച്ചു തന്നിട്ടുണ്ടാവും. അവിടെ നിന്ന് നമ്മൾ ജീപ്പ് വഴിയാണ് നമ്മളുടെ ക്യാമ്പിലേക്ക് എത്തിക്കുന്നത്. കാരണം ജീപ്പെല്ലാം നമ്മളുടെ വണ്ടി, പ്രൈവറ്റ് വെഹിക്കിൾസ് എല്ലാം അവിടെ പാർക്ക് ചെയ്യാനുള്ള സംഭവമുണ്ട്. അപ്പോൾ അവിടെ പാർക്ക് ചെയ്യാം. എന്നിട്ട് അവിടെ നിന്ന് നമ്മൾ ജീപ്പ് സഫാരി, ഒരു ഓഫ് റോഡാണ് എക്സ്പീരിയൻസ്. 1.5 കിലോമീറ്റർ ഉള്ളിലോട്ട് പോയാലാണ് നമ്മളുടെ ക്യാമ്പിലേക്ക് എത്തുന്നത്. കൂടാതെ ഇത് നമ്മുടെ അരിക്കൊമ്പനൊക്കെ വന്ന സ്ഥലമാണ് കേട്ടോ. ഇവിടെ നിന്നൊക്കെയാണ് പിടിച്ചത്. അപ്പം അതുകൊണ്ട് തന്നെ ഈ സ്ഥലമൊക്കെ നമ്മൾ സൂക്ഷിക്കണം. എത്രയും വേഗം ഇരുട്ടിക്കഴിഞ്ഞാൽ നമ്മളിവർ പുറത്തിറക്കില്ല. ഫ്രണ്ട്സ്, അപ്പോൾ ഇതേ നമ്മൾ ക്യാമ്പ് സൈഡിലേക്ക് നമ്മൾ എത്തിയിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ നിന്ന് നമ്മൾ നമ്മുടെ ലഗേജൊക്കെ എടുത്ത് നമ്മളുടെ ക്യാമ്പിലേക്ക് നമ്മൾ പോകണം. അപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങനെ നടന്നാട്ടോ താഴോട്ട് സ്റ്റെപ്പ് പോലെ ഇങ്ങനെ ജസ്റ്റ് അവർ കെട്ടിയിട്ടുണ്ട്. ഇവിടെ നിന്നാണ് നമ്മൾ കയറി ചെല്ലുമ്പോഴൊരു വ്യൂ ആണ് നമ്മൾ കണ്ടു തുടങ്ങണത്. തൊട്ട് മുമ്പിൽ ലേക്കാണ്. ഈ ലേക്ക് വ്യൂവിനോട് ചേർന്നിട്ടുള്ള ഒരു ക്യാമ്പിംഗ് ആണ് നമ്മളുടെ. അടിപൊളിയാണ്. ഞാനിപ്പോൾ ജസ്റ്റ് സന്ധ്യയായി തുടങ്ങി. അപ്പോൾ ഞാനിതിൻ്റെ ഒരു ചെറിയൊരു വ്യൂ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ നമ്മൾ കൂടാതെ വേറെയും ഗസ്റ്റൊക്കെ ഉണ്ട് കേട്ടോ. ഫാമിലിയും പിന്നെ ഒരു റൈഡേഴ്സിൻ്റെയൊക്കെ ഒരു ഗ്യാങ്ങും ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അവരെത്തിയിട്ടില്ല. അപ്പോൾ വേറൊരു കപ്പിൾസ് അങ്ങനെയൊക്കെ 2-3 ഗ്രൂപ്പ് ഉണ്ട്. എന്നാലും ആർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ശല്യമില്ലായിരുന്നു കേട്ടോ. ഇതേ കണ്ട ക്യാമ്പ് ഫയറൊക്കെ, വലിയ ക്യാമ്പ് ഫയർ അങ്ങനെയൊക്കെ അവർ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതായത് ഓരോ ഗ്രൂപ്പിനും നമുക്ക് സെപ്പറേറ്റ് ക്യാമ്പ് ഫയർ അവർ നമുക്ക് ഒരുക്കി തരും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് പ്രൈവസി നന്നായിട്ട് അവിടെ ഉണ്ട്. യാതൊരു രീതിയിലും നമുക്ക് പ്രൈവസിക്ക് ബുദ്ധിമുട്ടും വരത്തില്ല. കണ്ടോ, അപ്പം നമ്മൾ വന്നിരിക്കുന്ന ക്യാമ്പ് ഫയർ ഏതാണെന്ന് മനസ്സിലായല്ലോ. ലേക്ക് ഷോർ ക്യാമ്പ് ആൻഡ് ട്രീ ഹൗസ്. നമ്മുടെ ക്യാമ്പ് വരുന്നത് എവിടെയാണെന്ന് അറിയാമോ? നമ്മുടെ മൂന്നാർ ചിന്നക്കൽ ആനയിറങ്ങൽ ഡാമിനോട് അടുത്ത് തന്നെ വരുന്ന ലേക്ക് ഉണ്ട്. ആ ലേക്കിനോട് ചേർന്നാണ് നമ്മളുടെ ഈ ക്യാമ്പ് സെറ്റ് ചെയ്തിരിക്കുന്നത്. നല്ല ഭംഗിയാണ് കേട്ടോ. അത് നോർമൽ ഒരു ടെൻറ്റിനേക്കാളും ഉപരി ആ ടെൻറ്റിന് എക്സ്ട്രാ ഒരു പ്രൊട്ടക്ഷൻ കിട്ടുന്ന രീതിയിൽ ഒരു വെർട്ടിക്കൽ ഷേപ്പിൽ കണ്ട ഒരു എക്സ്ട്രാ ഒരു ലെയർ മേളിൽ വന്നിരിക്കുന്നതുകൊണ്ട് തന്നെ നമുക്കിപ്പോൾ മഴ അങ്ങനെയുള്ളതൊക്കെ വന്നാലും നമുക്ക് സേഫാണ്. നല്ല പ്രൊട്ടക്ഷൻ കിട്ടും. അതിനകത്ത് വെള്ളമൊന്നും തെറിക്കൊന്നുമില്ല. അപ്പോൾ അങ്ങനെയുള്ള പേടിയൊന്നും നമുക്ക് നോർമലി തെറിക്കില്ല, എന്നാലും നമുക്കൊരു കൂടുതൽ സേഫ്റ്റി. അപ്പോൾ ഇതിങ്ങനെ ഒരു പ്ലാറ്റ്ഫോം ഇങ്ങനെ നല്ല ഹൈറ്റിൽ തന്നെയാണ് അവർ സെറ്റ് ചെയ്തേക്കണം. അപ്പോൾ അത് നല്ല ഭംഗിയാണ്. പിന്നെ ഇത് ഇവിടെ സൈഡിലും ഒരു ക്യാമ്പ് ഫയർ ഉണ്ട്. അപ്പോൾ ഇതാണ് തോന്നുന്നു നമ്മുടെ ക്യാമ്പ് ഫയർ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഫ്രണ്ട്സ്, അപ്പോൾ ഈ അറ്റത്തായിട്ടും ഒരു വാഷ്റൂമും ടോയ്ലറ്റൊക്കെ ഇവിടെ ഉണ്ട്. ജെൻസിന് സെപ്പറേറ്റ് ആയിട്ടൊന്ന് കൊടുത്തിട്ടുണ്ട് അവർ. ഇവിടെ ഒരു ഏർമാടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് അവിടെ ഒന്ന് കയറി നോക്കാം. ഏർമാടും കൂടാതെ അതിൻ്റെ മേളിലേക്ക് ട്രീ ഹൗസ് പോലെയും ഉണ്ട്. അപ്പോൾ നമുക്ക് അവിടെ ഒന്ന് കയറി ഇവിടെ നല്ലൊരു വ്യൂ ഒന്ന് കാണാം. അപ്പോൾ നമ്മുടെ പെൺപിള്ളേരൊക്കെ കയറിയിട്ടുണ്ട്. ഇവിടെ തല ഇടിക്കട്ടാ പൊക്കുള്ളവർക്ക്. ഫുൾ സൈലന്റ് ആയിട്ടുള്ള ഏരിയ അല്ലേ?
ഫ്രണ്ട്സ്, അപ്പോൾ ഓൾറെഡി നമ്മൾ എത്തിയപ്പോൾ തന്നെ ലേറ്റ് ആയിരുന്നു. അപ്പോൾ ഇതേ സന്ധ്യ കഴിഞ്ഞു, ഇരുട്ടായി, നമ്മൾ ക്യാമ്പ് ഫയറൊക്കെ സെറ്റ് ചെയ്ത് തുടങ്ങി. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് ഓൾറെഡി ബാർബിക്യൂ ചെയ്യാൻ വേണ്ടി ചിക്കനൊക്കെ മസാല പുരട്ടി ഓൾറെഡി കൊണ്ടുവന്നിട്ട്, അപ്പോൾ ഇവിടെ നിന്ന് അവർ ചെയ്തു തരും, പക്ഷെ ഞങ്ങൾ അവിടെ നിന്ന് കൊണ്ടുവന്നു. അപ്പോൾ അതാണ് ആ സൈഡിൽ ബോക്സൊക്കെ തുറന്ന് നമ്മൾ ഫ്രീസ് ചെയ്താൽ കൊണ്ടുവന്നത്, ഐസൊക്കെ മാറാൻ വെച്ചിട്ട്. ഇപ്പോൾ നമ്മൾ ക്യാമ്പ് ഫയർ സെറ്റണില്ലേ, അത് ഓൾറെഡി എല്ലാം സെറ്റായി കനലായി കഴിയുമ്പോൾ അതിൻ്റെ മേലെ വെച്ചിട്ടാണ് നമ്മൾ ബാർബിക്യൂ ചെയ്യാൻ പോണത്. അപ്പോൾ അതൊരു പ്രത്യേക വൈബായിരിക്കും അല്ലേ. അപ്പം അങ്ങനെ നമുക്ക് ഇന്ന് നൈറ്റ് എന്താ പറയുക ക്യാമ്പ് ഫയറൊക്കെ ചെയ്ത് നമുക്ക് അടിച്ചൊളിക്കാം. അപ്പോൾ അതിൻ്റെ ചെറിയ വ്യൂസൊക്കെ നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം. Sorry, it's DJ. Sorry, it's DJ. Sorry, it's DJ. ഫ്രണ്ട്സ്, അപ്പോൾ അതേ നമ്മുടെ ക്യാമ്പ് ഫയറിൻ്റെ ഇടയിൽ നമ്മൾ ബാർബിക്യൂ ഒക്കെ ചെയ്ത് ഓൾമോസ്റ്റ് കഴിച്ച് തീർന്നു. അപ്പോൾ അത് കഴിഞ്ഞ് നമ്മൾ അവിടെ നിന്ന് നമുക്ക് ചപ്പാത്തി, ചിക്കൻ കറി, വെജ് കുർമ, രസം ഒക്കെ ഉണ്ടായിരുന്നു, അതും കഴിച്ചു. തിരിച്ച് നേരെ നമ്മുടെ ക്യാമ്പ് ഫയറിൽ തന്നെ വന്ന് പിന്നെയും നമ്മളവിടെ കുറേ നേരം ഇരുന്ന് ടൈം സ്പെൻഡ് ചെയ്തു. എനിക്ക് തോന്നുന്നു ലാസ്റ്റ് ഞങ്ങൾ എല്ലാവരും കിടന്നു വന്നപ്പോൾ 2 മണിയോളം ആവാറായി. അതുവരെ എല്ലാവരും ഇരുന്ന് വർത്താനമൊക്കെ പറഞ്ഞ് ഇരിപ്പായിരുന്നു. പക്ഷേ രസം ഒന്ന് ജോളി. അപ്പോൾ ബാക്കി ഞങ്ങൾ കിടന്ന് ഉറങ്ങിയിട്ട് നാളെ എഴുന്നേൽക്കുമ്പോൾ നാളത്തെ കാഴ്ചകളുമായിട്ട് കാണാം. ഫ്രണ്ട്സ്, അപ്പോൾ ഇതേ രാവിലെ എഴുന്നേൽക്കുമ്പോഴുള്ള കാഴ്ചയുണ്ട്, നമ്മുടെ ടെൻറ്റിന് നോക്കുമ്പോഴുള്ള കാഴ്ചയാണ് ഈ കാണുന്നത്. എന്നാലില്ലേ ടെൻറ്റുള്ള അടുത്ത് ക്യാമ്പിങ്ങിന് എവിടെ പോയാലും കാണുന്ന ഒരാളാണ് പട്ടി. ഫ്രണ്ട്സ്, രാവിലെ എണീറ്റ് ഒരു കട്ടൻ ചായയൊക്കെ കുടിച്ചത് നമ്മളുടെ ക്യാമ്പ് ഒന്ന് നമ്മൾ ചുറ്റി ഒന്ന് ജസ്റ്റ് കാണാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇതൊരു പെറ്റ് ഫ്രണ്ട്ലിയും കൂടെ ആയിട്ടുള്ള ഒരു ക്യാമ്പ് ഇതാണ് കേട്ടോ, ക്യാമ്പിംഗ് ആണ്. അപ്പോൾ പെറ്റ്സിനെയൊക്കെ അലൗ ചെയ്യും. അപ്പോൾ ഇതേ ഞങ്ങൾ വന്നപ്പോൾ അവിടെ 2-3 ഗസ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞില്ല. അപ്പോൾ ഒരു ഗസ്റ്റ് ഒരു ഫാമിലി ആയിരുന്നു. അപ്പോൾ അവരുടെ പപ്പീനെ അവർ കൊണ്ടുവന്നിട്ടുണ്ട്, ഒരു ബീഗൽ. അവരുടെ ടെൻറ്റിൻ്റെ താഴെ അവരിങ്ങനെ കെട്ടിയിട്ടുണ്ടായിരുന്നു. ഫ്രണ്ട്സ്, അപ്പോൾ മോർണിംഗ് നമ്മളുടെ ക്യാമ്പിൻ്റെ മൊത്തത്തിലൊരു വ്യൂ നിങ്ങൾക്ക് കാണിച്ചത്. ഇവിടെ നിന്ന് നോക്കുമ്പോൾ നല്ല ഭംഗിയല്ലേ. ഒരു ഓഫ് സീസണിലാണ് ഞങ്ങൾ വന്നിരിക്കുന്നത്, എന്നിട്ടും ഈ ഒരു ഭംഗി നമുക്ക് കണ്ണിൽ കിട്ടുന്നുണ്ട്. അപ്പോൾ ഇതേ നേരെ ഒരു ഏർമാടം കണ്ട, അവിടെ നമ്മുടെ ആൾക്കാർ കുറച്ച് പേര് കയറിയിരിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് പതുക്കെ അങ്ങോട്ടും പോയി അവിടെ നിന്നുള്ള വ്യൂവും എങ്ങനെയാണെന്നൊക്കെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ ഫ്രണ്ട്സ്, ഇവിടെ ഒരുപാട് മരങ്ങളുണ്ട് കേട്ടോ. ഇതിപ്പോൾ ഓഫ് സീസൺ ആയതുകൊണ്ട് ഇതിൽ നമുക്ക് ഫ്രൂട്ട്സ് ഒന്നും ഇല്ലാത്ത, അല്ലെങ്കിൽ ഓറഞ്ച് മരം ഉൾപ്പെടെ നമുക്കിവിടെ ഉണ്ട്. ഒരുപാട് പേരക്ക മരം, ഓറഞ്ച്, ആപ്പിൾ വരെ ഉണ്ടെന്നാണ് പറഞ്ഞത്. പക്ഷെ നമ്മൾ വന്നത് ഓഫ് സീസൺ ആയതുകൊണ്ട് നമുക്ക് ഭാഗ്യമില്ലാതെ പോയി. പക്ഷെ എങ്കിൽ കൂടെയും അത്യാവശ്യം നല്ല ഭംഗിയുള്ള നല്ലൊരു ക്യാമ്പാണ് കേട്ടോ. അപ്പോൾ മൂന്നാറിൽ സൂര്യനെല്ലിക്കും ഒക്കെ അടുത്താണ് ഈ പറയുന്ന കുലുക്കുമല വരുന്നവർക്കൊക്കെ ഈ ക്യാമ്പ് സെലക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതേ നമുക്ക് നേരെ ഇനി ഏർമാടത്തിൻ്റെ അങ്ങോട്ട് പോകാം. അപ്പോൾ അവിടെ ചെന്നിട്ട് അവിടുത്തെ വ്യൂവും കൂടെ കാണിച്ചു തരാം. ഫ്രണ്ട്സ്, ഇതാണ് കേട്ടോ ഞങ്ങൾ സ്റ്റേ ചെയ്ത ടെൻറ്റ് ഇതായിരുന്നു. അവിടെ നിന്നുള്ള വ്യൂ സൂപ്പറായിരുന്നു കേട്ടോ.
അപ്പോൾ ഇത് ഏർമാട് അവിടെ കെട്ടിയേക്കണത്. അപ്പോൾ അവിടെ ഫെൻസിങ് ഇതൊക്കെ ഞാൻ പറഞ്ഞില്ലേ ഇവിടെ ആന വരുന്ന സ്ഥലമാണ്. നമ്മുടെ ഈ ക്യാമ്പിൻ്റെ തൊട്ട് ഫ്രണ്ടിൽ കാണുന്ന ലേക്കില്ലേ, ആ ലേക്കിൻ്റെ അവിടെ ആന വെള്ളം കുടിക്കാൻ വരും. ഒപ്പം ഈ ഏർമാടത്തിൻ്റെ അടുത്തൊക്കെ വരാറുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഇവർ ഈ ഫെൻസിങ് ഈ സാധനം ഇങ്ങനെ കെട്ടിയിട്ടുണ്ട്. പക്ഷേ പേടിക്കേണ്ട, നമുക്ക് രാവിലെയും രാത്രി അവർ ഓൺ ചെയ്യുമ്പോഴും ഓഫ് ചെയ്യുമ്പോഴും അവർ നമ്മൾ ഗസ്റ്റിനോട് പറഞ്ഞിട്ട് ഇൻഫോം ചെയ്ത ശേഷം അവരത് ഓഫും ഓണും ചെയ്യുള്ളൂ. അപ്പോൾ ഇപ്പോൾ ഓണല്ല, ഓഫാണ്. അതുകൊണ്ട് നമുക്ക് ധൈര്യമായിട്ട് ഇവിടുന്ന് കടന്ന് അവിടുത്തെ കാഴ്ച കൂടെ കാണാം. ഇവിടെ മെയിനായിട്ട് വരുന്നതെന്ന് ആന വരുമ്പോൾ നമുക്ക് ഇനി ധൈര്യത്തോടെ അപ്പുറത്തോട്ട് പോകാം. ഞാനവിടെ കയറിയിട്ടുള്ള വ്യൂ കയറിയിട്ട് കാണിച്ചില്ല, അല്ലെങ്കിൽ ഞാൻ ഷൂട്ട് ചെയ്യുമ്പോൾ താഴെ വീഴും. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ഏർമാടത്തിൻ്റെ മേളിൽ നിന്ന് നോക്കുമ്പോഴുള്ളൊരു വ്യൂ ഭയങ്കര സൂപ്പറാണ് കേട്ടോ. നമ്മൾ എത്ര നേരം വേണമെങ്കിൽ അവിടെ ഇങ്ങനെ ഇരിക്കാൻ നമുക്ക് തോന്നും. അറിയാലോ, ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ പോയിട്ടുള്ളവർക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമോ. നല്ല സൈലൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയയാണ്. നമുക്ക് ഭാഗ്യമില്ലാതെ പോയി, അല്ലെങ്കിൽ നമുക്ക് ആനേനെയൊക്കെ കാണാമായിരുന്നു, ആന വെള്ളം കുടിക്കാൻ വരുന്നതെല്ലാം. ഈ സമയമായിട്ടും ചെറിയൊരു കോടയൊക്കെ നമുക്ക് ആ ഭാഗത്ത് കാണാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇവിടെ ഇരുന്ന് നമ്മൾ സൺറൈസൊക്കെ കണ്ടു ആസ്വദിച്ചു. ഇനി നമുക്ക് ഇവിടുന്ന് ട്രക്കിംഗ് ഉണ്ട്, ഒരു മോർണിംഗ് ട്രക്കിംഗ് ഉണ്ട്. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് വേണം നമുക്ക് പോകാൻ. നൈറ്റിലെ ക്ലൈമറ്റ് എന്ന് പറയുന്നത് നമ്മൾ വേനൽക്കാലത്താണ് പോയെങ്കിലും ഞങ്ങൾ വിചാരിച്ചില്ല തണുപ്പ് വരുമെന്ന്. ഞാൻ സ്വെറ്ററൊന്നും എടുത്തില്ല, പക്ഷെ ഭയങ്കര തണുപ്പായിരുന്നു. രാത്രി ടെൻറ്റിലൊക്കെ കിടന്നിട്ട് നല്ല തണുത്ത് വിറക്കണമായിരുന്നു, കാരണം അത്ര തണുപ്പുണ്ടായിരുന്നു. ഒട്ടും എക്സ്പെക്റ്റ് ചെയ്തില്ല രാത്രി ഈ തണുപ്പ് ഉണ്ടാവുന്നു, പ്രത്യേകിച്ച് ഈ വേനൽക്കാലത്ത് നല്ല തണുപ്പുണ്ട് കേട്ടോ. രാവിലെ ഒരു 7-8 മണി വരെ ആ തണുപ്പ് നമുക്ക് അത്യാവശ്യം തണുപ്പ് നന്നായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ നിന്ന് കുറച്ച് നേരം ഇരുന്ന് ഫോട്ടോ ഒക്കെ എടുത്ത് കുറച്ച് നേരം ടൈം സ്പെൻഡ് ചെയ്തു. ഫ്രണ്ട്സ്, അപ്പോൾ ഇതേ നമ്മൾ മോർണിംഗ് ട്രക്കിങ്ങിന് പോവാണ്. അപ്പോൾ ഇവിടെ നിന്ന് നമുക്കൊരു ഗൈഡായിട്ട് ഒരു ചേട്ടൻ വരും. അപ്പോൾ ചേട്ടൻ ഒറ്റക്കല്ലട, ആ ചേട്ടൻ്റെ കൂടെ 2 പട്ടികളും കൂടെ ഉണ്ട്. അവരാണ് നമ്മുടെ വഴികാട്ടി. അപ്പോൾ നമ്മൾ സത്യം പറഞ്ഞാൽ ലേറ്റായി, കാരണം ഒരുപാട് ഗസ്റ്റ് വരുമ്പോൾ അവരെല്ലാവരും വരാൻ വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്ത് നിൽക്കുമ്പോൾ ടൈം ലേറ്റാകും. പിന്നെ നമ്മൾ പറഞ്ഞുകൊണ്ട് അവർ നമുക്ക് ആദ്യമേ കൊണ്ടുപോയി നമ്മളെ. അപ്പോൾ മാക്സിമം എത്രയും നേരത്തെ പോകുമ്പോൾ അത്രയും നേരത്തെ പോകുന്നത് നല്ലതായിരിക്കും. ഞാൻ ഇന്നലെ പറഞ്ഞില്ലേ, വേറൊരു റൈഡേഴ്സിൻ്റെ ഒരു ഗ്രൂപ്പ് വന്നിരുന്ന അവരുടെ വണ്ടികളാട്ടോ പാർക്ക് ചെയ്തിരിക്കുന്നത്. അപ്പോൾ 2 വീലേഴ്സിൽ ഇവിടെ അകത്ത് വരെ വരാൻ പറ്റും. വരുന്ന വഴിയൊക്കെ ഭയങ്കര പൊട്ടിയായിരിക്കും കേട്ടോ. അപ്പോൾ ഇതേ നമ്മളിനി നടക്കുകയാണ്. ഇവിടെ നിന്ന് നമുക്കൊരു 2 സ്പോട്ടിലേക്കാണ്, 2 വ്യൂ പോയിൻ്റാണ് ഈ ചേട്ടൻ നമുക്ക് കാണിച്ചു തരാമെന്ന് പറഞ്ഞത്. കാരണം അപ്പോൾ നമുക്ക് അങ്ങോട്ട് പോയി നോക്കാം. അപ്പോൾ എങ്ങനെയാണ് നമ്മുടെ മോർണിംഗ് ട്രക്കിംഗ് ഒക്കെ അടിപൊളിയാണെന്നുള്ളത് നിങ്ങളൊന്ന് കണ്ടു നോക്കും. അപ്പോൾ ഇവരാണ് നേരത്തെ പറഞ്ഞ നമ്മുടെ വഴികാട്ടികൾ. അതാണ് ഈ അപ്പച്ചൻ പറഞ്ഞ മല, പേരറിയത്തില്ല. അതാണ് ഗൈസ്. എന്താ മലയുടെ പേര്? മല കൗണ്ടർ മല. ഓക്കെ, അത് മീശപ്പുലിമല. അതായത് അത് തമിഴ്നാട്, കേരളം. അതന്നെ. നമ്മൾ ഇനി പോയിട്ട് ഇതിലേ വരുള്ളൂ. ഇനി വന്നിതില ടിനോ നടന്ന് ടിനോന്റെ വീട്ടിലെത്തും. അമ്മച്ചി കാപ്പി. ടിനോയ്ക്ക് ഒരു വൈബും തോന്നൂല, എല്ലാം ചെയ്യുന്നല്ലേ. ആ പാപ്പി ഇങ്ങെത്തി. ഞാൻ പാലടിക്കാൻ പോണ ഇങ്ങനെയാണ് അല്ല ടിനോ? പാലടിക്കാൻ വേണ്ടി പോകുമ്പോ ഇതേ വഴിയല്ലേ മറ്റേ കേറുമ്പോ റോഡുണ്ടാകും. നമ്മളിപ്പം അങ്ങ് നടന്ന് എത്തി ഗൈസ്. അടിവാര എത്തി ഗൈസ്. ഇനി നമ്മൾ 2 കിലോമീറ്റർ കൂടി നടന്ന
മൂന്നാർ ടൗണിലെത്തും ഗൈസ്. ഗൈസ് ഇവിടെയാണ് ഗൈസ്, അത് ഇന്നലെയാണ് ഗൈസ് ആനപ്പിണ്ടം. ഗൈസ് കാർത്തിക ചിരിക്കുന്നു ഗൈസ്. ഗൈസ് ഇതാണ് ഗൈസ് 2 ദിവസം മുമ്പ് ഇട്ട ആനപ്പിണ്ടം. ഇത് അരിക്കൊമ്പൻ, ഇത് ചിന്നക്കൊമ്പൻ, ഇത് ചക്കക്കൊമ്പൻ. കണ്ട ചക്കയൊക്കെ ഇരിക്കുന്നത്. പിന്നെ ഇതിന്റെ പേര് അറിയത്തില്ല ഗൈസ്. ഇതാണ് 4 ആന ഒരുമിച്ച് വന്നിട്ട് മറ്റേ ഡാഷ് ആനപ്പിണ്ടാണ്. ആനനെ കാണുന്നില്ല, അതിനെ കൊണ്ടിയും കാണിക്കാൻ പറ്റില്ല, അതുകൊണ്ട് ആന പിണ്ടം കാണിച്ചു ഗൈസ്. ഗൈസ് 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 ഇതാണ് ഗൈസ് നമ്മുടെ ടീം ഗൈസ്. ഗൈസ് ഇതാണ് വൈബ്. എല്ലാരും ഇങ്ങോട്ട് നോക്കൂ ഗൈസ്. ഇതാണ് ഗൈസ് കാർത്തിക. ഗൈസ് ഇതാണ് നമ്മുടെ റമീസ. ഇവിടെയാണ് ഞങ്ങളുടെ മേലിത്തെ ദൈവത്തിന്. ഗൈസ് ഇവിടെയാണ് നമ്മൾ മേലിൽ കൊണ്ട് ബലി കൊടുക്കാൻ പോകുന്നത് ഗൈസ്. ആ ഫ്രണ്ടിൽ പോകുന്ന ആളെ കണ്ടോ ഗൈസ്? മറ്റേ ഏതാ മറ്റേ മരല്ലേ ചേച്ചി, മറ്റേ ഈ അരിപ്പാടത്തൊക്കെ നോക്കു ഒരു നിൽക്കത്തില്ലേ, അതാണ് ഗൈസ്. ഗൈസ് ഒറ്റയ്ക്ക് നടക്കുന്ന ശ്വേതനെ കണ്ടോ ഗൈസ്? ഈ കൂട്ടത്തരം നടക്കുന്ന ഒറ്റയ്ക്ക് ഫ്രണ്ടിൽ പോയി നടക്കടി. ഗൈസ് അതാണ് ഗൈസ് ശ്വേത. കന്യാകുമാരിയിൽ നിന്ന് ഇങ്ങോട്ട് വന്നിരിക്കുന്നതാണ് ഗൈസ്. ഗൈസ് ഇപ്പൊ ഇതാ എല്ലാവരും നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്താണ് താങ്കൾക്ക് പറയാനുള്ളത്? കുറച്ച് സമയം ഇരിക്കണോ? അങ്ങനെയാണ്. ഈ ഈവൻ സിലമ്പാട്ടത്തിൽ ഫസ്റ്റ് കിട്ടി സെക്കൻഡ് ആണോ? സിലമ്പാട്ടം കാണിച്ചു കൊടുത്തേ. അവരായിട്ട് ആക്ടിവിറ്റി ഉണ്ടാക്കി എടുക്കണം. ഭയങ്കര കാക്ക. പശുവിനെ വെട്ടാൻ വേണ്ടി ഇറക്കാൻ വേണ്ടി പൊക്കിക്കൊണ്ടുപോണ പോലെ ഉണ്ട്. രമീസാണോ? രണ്ടുപേരും ചേച്ചി എന്ന് പറയും. എന്റെ പുറകിൽ ഒരു സാറ് നടക്കണ്ടല്ലോ. അപ്പോൾ നമ്മൾ ഫസ്റ്റ് വ്യൂ പോയിന്റിലെത്തി. അപ്പോൾ ഇവിടെ നിന്നുകൊണ്ട് നമുക്ക് ഇവിടെ നിന്നുള്ള കാഴ്ചകളൊക്കെ ഒന്ന് കാണാം. ഇപ്പോൾ ഇവിടെ നമ്മൾ ഒരു 5-10 മിനിറ്റ് ചേട്ടൻ നമ്മൾ നിർത്തും. അതിനുശേഷം നമ്മൾ അടുത്ത വ്യൂ പോയിന്റിലേക്ക് പോകുന്നത്. അതാരാണ്? ശരിക്കും രമണിയാണെങ്കിൽ ഗൈസ് അവര് പോവുകയാണ് ഗൈസ്. നിങ്ങളത് കാണുന്നുണ്ടോ ഗൈസ്? കാട്, മല, അന്ന ചേച്ചിയുടെ വീട്, ബുജി. നിങ്ങളത് കാണുന്നുണ്ടോ ഗൈസ്? ഞാൻ എന്താ പറയും, ഞാനാണ് മാം അല്ല ഗൈസ്. നിങ്ങൾക്ക് അറിയാവോ പക്ഷെ മലയിലേക്ക് നമ്മൾ എങ്ങനെ എത്തും? എല്ലാരും ബാക്ക് പാക്ക് എന്ന് പറ. ബാക്ക് പാക്ക്, ബാക്ക് പാക്ക്, ബാക്ക് പാക്ക്. ഞാനാണ് ബാഗ്. എന്താ പറ? ഞാനാ മാം. ആ അയ്യോ നിങ്ങളുടെ കയ്യിൽ റോപ്പ് ഉണ്ടോ? ഇല്ല. റോപ്പ് പറ. കുരുന്നരി മോഷ്ടിക്കരുത്. അയ്യോ കുരുന്നരി മോഷ്ടിക്കരുത്. ഗൈസ് നിങ്ങൾ അറിയില്ല, അന്നേച്ചിനെ കണ്ടായിരുന്നോ? ചേച്ചി ഞങ്ങൾ ഡോറ പൂജ കളിച്ചാ. പെട്ടെന്നുള്ള ഒരു ഐഡിയ ഉണ്ടാക്കി കേട്ടോ. വേണ്ട എന്തിനു വരുന്നു? എങ്ങനെ ചവിട്ടാറിയില്ല. എങ്ങനെ ചവിട്ടാ
ഫ്രണ്ട്സ്, അപ്പോൾ ഇതേ നമ്മളുടെ മോർണിംഗ് ട്രക്കിങ്ങിൻ്റെ ഇത് തീർന്നു. നമ്മൾ 2 വ്യൂ പോയിൻ്റ് കാണിച്ചു തന്നവർ. അതിനുശേഷം ഇതേ തിരിച്ച് മടങ്ങാണ്. അപ്പോൾ നമ്മളുടെ പറഞ്ഞ വേറൊരു ഗ്രൂപ്പിൽ അവരും ദേ ഇപ്പോൾ അവിടെ എത്തിയായിരുന്നു. അപ്പോൾ തിരിച്ച് മടങ്ങുന്ന സമയത്ത് വെയിൽ ആയി. അപ്പോൾ നമ്മൾ ജാക്കറ്റൊക്കെ ഊരേണ്ട സമയം, കാരണം വെയിൽ തുടങ്ങിയപ്പോൾ പിന്നെ കുടയില്ലാത്തതുകൊണ്ട് അതെടുത്ത് തലയിലിടേണ്ട അവസ്ഥയായി. അപ്പോൾ നേരത്തെ പോവാട്ടോ, വരുന്നവരെല്ലാം നേരത്തെ പോകാൻ ശ്രമിക്കുക. അപ്പോൾ ഇതേ നമ്മൾ തിരിച്ച് നമ്മുടെ ക്യാമ്പിലെത്തി. അവിടെ എത്തിയപ്പോഴാണ് ഒരു കാഴ്ച കണ്ടത്. ഈ ഒരു ചെടിയിൽ ഇങ്ങനെ നമ്മുടെ കാറ്റസ് പോലെ, ഈ ചെടിയുടെ കറക്റ്റ് പേര് അറിയില്ല കേട്ടോ, അതുപോലത്തെ ഒരു ചെടി അവിടെ ഉണ്ട്. അപ്പോൾ അതിന് മേലെ അവിടെ വന്ന ഗസ്റ്റൊക്കെയാണെന്ന് പറഞ്ഞു കുറേ പേര് എഴുതിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ ഒരു രസത്തിന് ഞാനും അത് കൂട്ടത്തിൽ ഞങ്ങളുടെ കുറച്ച് പേരൊക്കെ ഇരുന്ന് അവിടെ ഇരുന്ന് പേരൊക്കെ ഇതങ്ങോട്ട് കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നോ ഞാൻ ആലോചിക്കും. ഫ്രണ്ട്സ്, അപ്പോൾ ട്രക്കിങ് കഴിഞ്ഞ് വന്നപ്പോഴത്തേക്ക് നമ്മുടെ ഫുഡ് റെഡിയായി. അപ്പോൾ ഇവിടെ ഇരുന്നാട്ട് നമ്മൾ ഫുഡെല്ലാം കഴിക്കുന്നത്. അപ്പോൾ പുട്ടും കടലയായിരുന്നു. അപ്പോൾ അതെല്ലാവരും വേഗം കഴിച്ചു. പിന്നെ നേരെ അടുത്ത ഫ്രഷ് ആവുക എന്നൊക്കെയായിരുന്നു. അപ്പോൾ ഇതേ പുട്ടും കടലയും പപ്പടവും ഉണ്ടായിരുന്നു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇത് കഴിച്ച് കഴിഞ്ഞപ്പോഴാണ് ഞാൻ അവിടെ വേറെ 2 സ്പോട്ടും കൂടെ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അതൊന്നും നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം. അതായത് ഒരു ട്രീ ഹൗസ് ഉണ്ട്. നമ്മൾ നോർമൽ ടെൻ്റ് അല്ലേ, ടെൻറ്റ് കൂടാതെ ട്രീ ഹൗസ് എക്സ്പീരിയൻസ് ചെയ്യണമെന്നുണ്ട്. അതായത് ഇവിടെ 3 ബെഡ്റൂം ഉണ്ട് കേട്ടോ, അറ്റാച്ച്ഡ് ബാത്റൂമൊക്കെ ഉള്ള ഒരു ട്രീ ഹൗസാണ്. പക്ഷേ എനിക്കതിനകത്ത് കയറി കാണിക്കാൻ പറ്റില്ല, കാരണം ഓൾറെഡി അതിൽ ഗസ്റ്റ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് അങ്ങോട്ട് കയറാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഒരു 4 മരത്തിൻ്റെ മേലെയാണ്ട് ഒരു പക്ക ട്രീ ഹൗസാണ്. അപ്പോൾ ഇത് എക്സ്പീരിയൻസ് ചെയ്യണമെന്നുള്ളവർക്ക് ഇതിവിടെ ചൂസ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ ഇതേ നമ്മൾ വേറൊരു ഏർമാടുണ്ട്. ആ ഏർമാടത്തിലേക്ക് കയറുന്ന മരത്തിനൊരു പ്രത്യേകത ഉണ്ട്. അപ്പോൾ അത് ഞാൻ നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം. ട്രീയുടെ മേടിൽ തന്നെ ഒരു സെറ്റ് ചെയ്തേക്കണം. രഘുവൊക്കെ നല്ല രസമെന്നാണ് അവർ പറഞ്ഞത്. ഫ്രണ്ട്സ്, അപ്പോൾ ഞാൻ വന്ന പാക്കേജിൽ എന്തൊക്കെ ഇൻക്ലൂഡ് ചെയ്യുന്നത് ഞാൻ ജസ്റ്റ് നിങ്ങൾക്കൊന്ന് പറഞ്ഞുതരാം. നമ്മുടെ ഈ പാക്കേജിൽ നമുക്ക് പിക്കപ്പ് ആൻഡ് ഡ്രോപ്പ് ഉണ്ട്. അതായത് നമ്മളുടെ പ്രൈവറ്റ് വെഹിക്കിൾസ് നമ്മളൊരു സ്ഥലത്ത് കൊണ്ട് നിർത്തുമല്ലോ, അവിടെ നിന്ന് ജീപ്പിൽ നമ്മളവർ പിക്ക് ചെയ്ത് തിരിച്ച് അതേപോലെ തിരിച്ച് നമ്മളവിടെ കൊണ്ടുപോയി ഡ്രോപ്പും ചെയ്യും. ഓക്കെ, പിന്നെ നമുക്ക് മോർണിംഗ് വാക്കിംഗ് ഉണ്ട്. ഞാൻ ഇപ്പോൾ കണ്ട ട്രെക്കിങ്ങിൽ അത് നമുക്ക് സർവീസ് ഉണ്ട്. പിന്നെ ക്യാമ്പ് ഫയർ ഉണ്ട്. പിന്നെ ബാർബിക്യൂ ആണെങ്കിൽ നമുക്ക് എക്സ്ട്രാ റേറ്റ് വരും. പെർ kg 250 റുപ്പീസ് വരും. അപ്പോൾ അതിനുള്ള സംഭവങ്ങളൊക്കെ നമുക്ക് അവർ തരും കേട്ടോ. അതല്ല നമുക്ക് തന്നെ ചെയ്ത് ഞങ്ങൾ കൊണ്ടുവന്ന പോലെ കൊണ്ടുവരണമെങ്കിൽ അതേപോലെയും ചെയ്യാം. അതൊക്കെ നമ്മൾ ഓരോരുത്തരുടെ ഇഷ്ടം. പിന്നെ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കോംപ്ലിമെൻ്ററി ആയിട്ടും ഉണ്ട്, ഡിന്നറും ഉണ്ട്. ഇത്രയും കാര്യങ്ങളാണ് നമുക്കിതിൽ അലൗഡ് ആയിട്ടുള്ളത്. അപ്പോൾ ഞാൻ അവരുടെ നമ്പർ നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. ഈ ക്യാമ്പ് നമുക്ക് കണ്ടിട്ട് ഇഷ്ടപ്പെട്ട ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ വരാവുന്നതാണ്, ഇവരെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമുക്കിനി ഇങ്ങോട്ട് കയറാം കേട്ടോ. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഒരു സ്പെഷ്യൽ ട്രീ. അതിൻ്റെ മേലിൽ ഒരു ചെറിയൊരു ട്രീ ഹൗസ് ഉണ്ട്. പക്ഷെ അതിപ്പോൾ തൽക്കാലത്തേക്ക് സ്റ്റോപ്പ് ചെയ്തിട്ടേക്കാണ്. നല്ല ഭംഗിയാണ് കേട്ടോ കാണാൻ. അപ്പോൾ ഇവിടെ നിന്ന് നോക്കുമ്പോൾ നമ്മുടെ ഈ ലേക്ക് തൊട്ടടുത്താണ്. അപ്പോൾ ഇവിടെ നിന്ന് നമുക്ക് മീൻ പിടിക്കണമെങ്കിലൊക്കെ അതൊക്കെ ചെയ്യാം. പക്ഷെ ഇപ്പോൾ നമുക്ക് സമയമില്ലാത്തതുകൊണ്ട് നമ്മളതൊന്നും ചെയ്യുന്നില്ല. ജസ്റ്റ് ഇവിടെയും കൂടെ വന്ന് നിങ്ങളെ ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മുടെ കൂട്ടത്തിലുള്ള പിള്ളേരൊക്കെ ആദ്യമേ വന്ന് കുറച്ച് പേര് കണ്ടായിരുന്നു. അപ്പോൾ കാർത്തിക് എന്നെ ഒന്ന് കൊണ്ടുവന്ന് ഇതേ കാണിച്ചു തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇവിടെ നമുക്ക് ഇരിക്കാനുള്ള സൗകര്യമൊക്കെ ഉണ്ട്. അവിടെ ഇരുന്ന് നമുക്ക് കാഴ്ചയൊക്കെ കാണാൻ പറ്റും. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതായിരിക്കും. ഇവിടെയൊക്കെ ഇരുന്ന് കഴിഞ്ഞാൽ നമുക്ക് സമയം പോകുന്നത് അറിയില്ല കേട്ടോ. കുറേ നേരം നമുക്ക് ഇരിക്കാം. പക്ഷേ എന്താ, നമുക്ക് ടൈം ഇല്ലാത്തതുകൊണ്ട് വേഗം പോവുകയും വേണം. പിന്നെ ഞാൻ പാക്കേജിൻ്റെ പ്രൈസ് പറയാം. ഇവിടെ 1600 1500 ആണ് പെർ ഹെഡ്. പക്ഷേ നമ്മളൊരു ഗ്രൂപ്പായിട്ടൊക്കെ വരാണെങ്കിൽ അവർ നമുക്ക് ബെസ്റ്റ് പാക്കേജ് നല്ലൊരു റേറ്റ് തന്നെ അവർ തരും. അപ്പോൾ ഇവിടെ വരുമ്പോൾ നിങ്ങൾ വിളിച്ച് ചോദിക്കുമ്പോൾ അതനുസരിച്ച് ചോദിക്കുമ്പോൾ സീസണനുസരിച്ച് നമുക്ക് റേറ്റ് മാറ്റം വരാം. എന്നാലും അത്യാവശ്യം നമുക്ക് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു ക്യാമ്പ് തന്നെ കേട്ടോ. അതുപോലെ നമുക്ക് ബാത്റൂം ഫെസിലിറ്റീസൊക്കെ ഉണ്ട്. അത്യാവശ്യം നല്ല നീറ്റായിട്ടുള്ളതാണ്. പിന്നെ നമ്മൾ യൂസ് ചെയ്യുന്നവർ എത്രത്തോളം നല്ല നീറ്റായിട്ട് യൂസ് ചെയ്യുന്നു അതിനെ ആശ്രയിച്ചിരിക്കും ബാക്കി കാര്യങ്ങൾ. അല്ലാതെ അവിടെ നോക്കിക്കഴിഞ്ഞാൽ നല്ലൊരു ക്യാമ്പ് തന്നെയാണ്. സീസൺ ടൈമിൽ വന്നു കഴിഞ്ഞാൽ ഭംഗിയായിരിക്കും കേട്ടോ. അതിൽ ഫുൾ നീർക്കൊക്കെ ബ്ലാക്ക് കളർ കാണുന്നത്. ഫ്രണ്ട്സ്, അപ്പോൾ ഞങ്ങളെല്ലാവരും ഫ്രഷായി പാക്ക് ചെയ്തു. ഈ ടെൻറ്റിലാണ് ഞങ്ങൾ കിടന്നുവെച്ചത്. അപ്പോൾ നല്ല അത്യാവശ്യം നല്ല വലിപ്പമുള്ള ടെൻറ്റ് തന്നെ കേട്ടോ. നമ്മൾ പുറമേ നിന്ന് കാണുന്ന പോലെയല്ല, ഉള്ളിൽ നല്ല സൗകര്യമുണ്ട്. ഒരു 3-4 പേർക്ക് വരെ കിടക്കാം, അത്രയും സ്പേസ് ഉണ്ട്. നമുക്ക് അതിൽ പില്ലോയും ബ്ലാങ്കറ്റൊക്കെ അവർ നമുക്ക് തന്നിട്ടുണ്ടാവും. അപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി തിരിച്ച് അവരുടെ ജീപ്പിൽ കയറി ഞങ്ങൾ തിരിച്ച് യാത്രയിൽ തിരിക്കുകയാണ്. പൊടിയുണ്ട്, ഞാൻ പറഞ്ഞില്ലേ ഫ്രണ്ട്സ്, നല്ല പൊടിയാണ് കേട്ടോ. അപ്പോൾ തിരിച്ച് നമ്മുടെ വണ്ടി അവിടെ
നമ്മുടെ ട്രാവലർ ഉണ്ടായല്ലോ, അപ്പോൾ അതിൽ കയറി തിരിച്ച് നമ്മൾ യാത്ര തുടരാണ്. ഇനി നമ്മൾ നേരെ ലക്ഷ്യമാക്കി പോകുന്നത് എറണാകുളമാണ്. അപ്പോൾ പോകുന്ന വഴി എന്തെങ്കിലും ഒരു കാഴ്ച ഉണ്ടെങ്കിൽ നിങ്ങളിലേക്ക് ഞാൻ കാണിക്കുന്നതാണ്. അപ്പോൾ ഇതേ നമ്മൾ അടുത്തൊരു സ്പോട്ടിലേക്ക് എത്തിയിട്ടുണ്ട്. ഒരു ചെറിയൊരു സ്പോട്ടാണ്. അപ്പോൾ അത് കണ്ടപ്പോൾ നമ്മൾ അവിടെ നിർത്തി. അപ്പോൾ നിങ്ങളേക്കും കൂടെ ഒന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. നമുക്ക് കൊടൈക്കനാൽ പോയിട്ട് ഗുണ കേവ് കാണാൻ പറ്റില്ല. അപ്പോൾ പകരം നമ്മൾ ഇവിടുത്തെ ഒരു ചെറിയൊരു കേവ് അതൊന്ന് കണ്ട് സമാധാനപ്പെടാമെന്ന് വിചാരിച്ചു. റോക്ക് കേവ് നമ്മൾ പോകുന്ന വഴിയാണ് കേട്ടോ ഇത്. നമ്മളുടെ പോകുന്ന സെയിം ആ റൂട്ടിൽ തന്നെ നമുക്കിത് കാണാൻ പറ്റും. പക്ഷെ ശ്രദ്ധിച്ചില്ലെങ്കിൽ പെട്ടെന്ന് നമ്മളിതിലൂടെ പാസ് ചെയ്ത് പോകും. അപ്പോൾ പുറമേ നിന്ന് നോക്കുമ്പോഴുള്ളൊരു വ്യൂ ഇതാണ്. അപ്പോൾ ഇതിൻ്റെ അകത്ത് എന്താണെന്ന് നിങ്ങൾ കണ്ടു നോക്കിക്കോ. ഇതാണ് ഗൈസ് പണ്ട് മുനിമന്മാര് തപസ്സിരുന്നൊക്കെ പ്രാർത്ഥിക്കുകയാണെങ്കിൽ ഒരു മാസം പിന്നെ ബാത്റൂമിൽ പോകണം മുല്ലാതെ നോക്കില്ല. ഗൈസ് വി ആർ അറ്റ് ഗുണ കേവ്. ഇത്രയുള്ള സ്ഥലം ശ്വാസം വിട്ടോ കുറച്ച് ഇത്ര ഉള്ളോടാ. ഫ്രണ്ട്സ്, അപ്പോൾ ഇതാണ് റോക്ക് കേവ്. ഇത്രയുള്ള സംഭവം. പുറമേ നിന്നുള്ള വ്യൂ ഇതാണ് കണ്ടോ. കുറേ പേര് വന്ന് നോക്കുന്നുണ്ട് കേട്ടോ. സംഭവം പ്രത്യേകിച്ചൊന്നുമില്ല. അകത്തോട്ട് കയറുമ്പോൾ തന്നെ നമുക്ക് തിരിച്ച് കയറാം. അപ്പോൾ അതിൻ്റെ ഓപ്പോസിറ്റായിട്ട് നമുക്കൊരു കടയൊക്കെ ഉണ്ട്. അപ്പോൾ അവിടെ കയറി നമ്മളിത് എല്ലാവരും വേണ്ടത് എന്തെങ്കിലുമൊക്കെ വെള്ളവും ഒക്കെ ഇട്ട് നമ്മൾ കുടിച്ച് അവിടെ നിന്നുകൊണ്ട് തന്നെ എല്ലാവരും കുറച്ച് നേരം ഇരുന്ന് ഒന്ന് റിലാക്സായി. അതിനുശേഷം നമ്മൾ കേവി കയറിയപ്പോൾ ഒരു ഫോട്ടോ ഒക്കെ എടുത്ത് ആ ഫോട്ടോയും എടുത്ത് അതിനുശേഷം ഞങ്ങൾ തിരിച്ച് നമ്മുടെ എറണാകുളത്തേക്ക് നമ്മൾ യാത്ര തിരിക്കുകയാണ് ഫ്രണ്ട്സ്. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതിന് മുമ്പുള്ള വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കാണുക. കഴിഞ്ഞ വർഷം ഞാൻ മൂന്നാർ, കൊലുക്കുമല, സൂര്യനെല്ലിയാണ് പോയത്. അപ്പോൾ അതിൻ്റെ വീഡിയോസും ഞാനിതിൽ പിൻ ചെയ്തേക്കാം. അപ്പോൾ അതും കാണാത്തവർ കാണുക ഫ്രണ്ട്സ്. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യുക. ബൈ ഫ്രണ്ട്സ്.